വർഗീയവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയ SFI നേതാവ് അഭിമന്യുവിന്റെ ജ്വലിക്കുന്ന ഓർമ്മയിലാണ് എറണാകുളം മഹാരാജാസ് കോളേജും. കൊലക്കത്തിക്കിരയാകുന്നതിന് തൊട്ടുമുൻപ് അഭിമന്യു കോളേജ് കവാടത്തിന്റെ ചുവരിൽ കുറിച്ചിട്ട വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഏറ്റുചൊല്ലി SFI പ്രവർത്തകരും സുഹൃത്തുക്കളും ഇന്നലെ അർദ്ധരാത്രി വീണ്ടും അതേ കലാലയത്തിൽ ഒത്തുചേർന്നു. അനുസ്മരണ ദിനമായ ഇന്ന് രാവിലെ വിവിധ ഏരിയ ലോക്കൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തലും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ധീര രക്തസാക്ഷി അഭിമന്യുവിന്റെ ജ്വലിക്കുന്ന ഓർമ്മയിലാണ് എറണാകുളം മഹാരാജാസ് കോളേജ് ക്യാമ്പസ്. 8ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കോളേജിന്റെ കിഴക്കേ കവാടത്തിൽ വീണ്ടും അഭിമന്യുവിന്റെ മുദ്രാവാക്യം മുഴങ്ങി. മതതീവ്രവാദികളുടെ കൊലക്കത്തിക്കിരയാകുന്നതിന് തൊട്ടു മുൻപ് അഭിമന്യു കുറിച്ച വർഗീയത തുലയട്ടെ എന്ന വാചകം കൂട്ടുകാർ മതിലിൽ എഴുതി. അതേസമയം മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അഭിമന്യുവിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള നാടകവും അരങ്ങേറി. അവർക്ക് എല്ലാം അറിയുന്ന ഒരാളാവുന്ന ഞാൻ പെരിയൊരാള് മകനെ இந்த ஊர்ல பெரிய படிப்புக்கு போனது நீ மட்டும்தான். போய் படி, பெரிய ஆளாவும். இந்த அப்பாவும் அம்மாவும் கூட இருக்கடா. 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ SDPI പോപ്പുലർ ഫ്രണ്ട് ക്രിമിനലുകൾ കുത്തിക്കൊലപ്പെടുത്തിയത്. കോളേജിൽ നവാഗതരെ വരവേൽക്കാൻ പോസ്റ്ററും കൊടിതോരണങ്ങളും തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ചുവരിൽ വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യു എഴുതിയതിൽ പ്രകോപിതരായ ക്യാമ്പസ് ഫ്രണ്ട് SDPIക്കാർ പുലർച്ചെ ക്യാമ്പസിലെത്തി SFI പ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കി. ഇതിനിടെ അഭിമന്യുവിനെ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തുകയും മറ്റൊരാൾ നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. ശാസ്ത്രജ്ഞനാകണമെന്ന ആഗ്രഹത്തിൽ ഇടുക്കി വട്ടവടയിൽ നിന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെത്തിയ 19 വയസ്സുകാരൻ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ച് ചുവരിന് മുന്നിലാണ് കുത്തേറ്റ് വീണത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനുമായ 1ാം പ്രതി മുഹമ്മദ് ഉൾപ്പെടെ പ്രധാന പ്രതികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. അഭിമന്യുവിൻ്റെ കുടുംബത്തിനായി CPIM വട്ടവടയിൽ സ്ഥലം വാങ്ങി നിർമ്മിച്ച വീട് 2019 ജനുവരി 14 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറിയിരുന്നു. അനുസ്മരണ ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിവിധ ഏരിയ ലോക്കൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും. വിദ്യാർത്ഥി റാലിക്ക് ശേഷം മഹാരാജാസ് കോളേജിൽ നടക്കുന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കൊച്ചി.